വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സി പി ജോൺ, പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, എഴുത്തുകാരൻ ശ്രീ ജിംസ വി എബ്രഹാം, മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശബ്ദം കുറവാണ്, കുറച്ച് പറയുള്ളൂ. സി പി ജോൺ സംസാരിക്കുന്ന നന്നായിട്ട്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണിത്. പ്രിയപ്പെട്ട ജിംസ വി എബ്രഹാം വേർ ഈസ് ദ മലയാളി എന്നൊരു പുസ്തകമാണ് ഇന്നിവിടെ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മൈഗ്രേഷൻ സ്റ്റഡീസ് നടത്തുന്ന ആളാണ്. നമ്പർ 2 ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇത് രണ്ടും ഇതിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പറയാതെ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാവും. മൈഗ്രേഷന് ഒരു പ്രത്യേകമായ ആംഗിളിലാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ആംഗിളിൽ ആരും നോക്കിക്കാണുന്നത് വായിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് കരുതുന്നത് ഇത് യുണീക്കാണ്. യുണീക്കായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. മൈഗ്രേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഒരു 3 ഡെക്കേഡ്സിൽ അല്ലേ, 3 ഡെക്കേഡ്സിൽ മൈഗ്രേഷനാണ് ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ നേരത്തെ മലയാളികളുടെ മൈഗ്രേഷൻ തുടങ്ങിയതാണ്. നമ്മുടെ പായ്ക്കപ്പലുകളിൽ അല്ലേ, ലോഞ്ചുകളിൽ കയറി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു, ലോഞ്ചിൽ കയറി ഖത്തറിൽ പോയ ഒരാളെ കണ്ടു. 69 വർഷം അവിടെയായിരുന്നു. അത് 69 വർഷം മുമ്പ് ലോഞ്ചിൽ കയറി. നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല സാർ. അങ്ങനെ പോയ ആളെ കണ്ടു ആദ്യമായിട്ട്. അങ്ങനെ പോയ ആളാണ്. അപ്പോൾ നേരത്തെ മുതൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പിന്നീട് അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് ട്രെൻഡ്. പലതരത്തിലുള്ള ആളുകൾ പോകും. ഒന്ന് നേരത്തെ തന്നെ യൂറോപ്പിൽ പഠിക്കാൻ വേണ്ടി ആളുകൾ പോകും. പ്രത്യേകിച്ച് UK സർവകലാശാലകളിൽ, കേംബ്രിഡ്ജിൽ, ഓക്സ്ഫോർഡിൽ, അതുപോലെ അമേരിക്കയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ ക്രീമായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പണ്ടും പഠിക്കാൻ പോയിട്ടുണ്ട്. പണ്ട് നെഹ്റു ഒക്കെ പോയതുപോലെ. പിന്നെ ജോലി അന്വേഷിച്ചിട്ടാണ് ഗൾഫിലേക്ക് ആളുകൾ പോയത്. ഗൾഫിലേക്കുള്ള ഒരു വലിയ മൈഗ്രേഷൻ യഥാർത്ഥത്തിൽ നടന്നു. ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ആദ്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമായി മൈഗ്രേഷൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മൈഗ്രേഷനും ഗൾഫിലേക്കുള്ള മൈഗ്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ കാലത്തെ ട്രെൻഡാണ്. ഇപ്പോഴത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ അല്ലെ, ജർമ്മനി, UK, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ മൈഗ്രേഷൻ പോകുന്നത്. ഉള്ള വിഷയം ഞങ്ങളെ പോലെ ആളുകളെ അലട്ടുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങളുടേതൊരു വ്യാവസായിക സംസ്ഥാനമാണോ? അല്ല. കാർഷിക സംസ്ഥാനമാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അത് വിദേശത്ത് പോയി ആളുകൾ കഠിനാധ്വാനം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന റെമിറ്റൻസ് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം റെമിറ്റൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോയ ആളുകളുടെ റെമിറ്റൻസ് നന്നായി ഉണ്ട്. പഴയതുപോലെ ഇല്ലെങ്കിലും നന്നായി ഉണ്ട്, മോശമായിട്ടൊന്നുമില്ല. പിന്നെ ഗൾഫിലേക്ക് പോയ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. എല്ലാ വർഷവും വരും എന്ന് മാത്രമല്ല, ഇപ്പോഴൊക്കെ നല്ല ബിസിനസ്സുകാരൊക്കെ എല്ലാ മാസവും വന്നു പോയിരുന്ന ആളുകളാണ്. നിരന്തരം നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ശ്രീ ചാണ്ടി ഉമ്മനും വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. ഞാൻ വൈകി വന്നതിന് കളിയാക്കി പറഞ്ഞ. അപ്പോ ഇങ്ങനെ ആ മൈഗ്രേഷനെ ഇങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്. അവരിവിടെ വന്ന് നീ പണി നിർത്തി അവിടെ നിന്ന് പോകുന്നു. ഇവിടെ വന്ന് ഇവിടെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഏറ്റവും പ്രധാന ഇൻവെസ്റ്റ്മെന്റ് വീടുണ്ടാക്കലാണ് അല്ലേ. വീടുണ്ടാക്കൽ അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. സ്ഥലം വാങ്ങിക്കുക, റിയൽ എസ്റ്റേറ്റ് നടത്തുക, വീടുണ്ടാക്കുക. ഈ വലിയ പൈസ ഒന്നും കയ്യിലില്ലെങ്കിൽ പോലും തിരിച്ചു വന്നിട്ട് ഒരു ബേക്കറിയെങ്കിലും തുടങ്ങും നാട്ടിൽ അല്ലേ. ഇവിടെ വരും, തിരിച്ചിങ്ങോട്ട് വരും. ഈ മൈഗ്രേഷന്റെ വ്യത്യാസം എന്താ? യൂറോപ്പിലേക്ക് ഇപ്പൊ പോകുന്നതിന്റെ മൈഗ്രേഷന്റെ വ്യത്യാസം എന്താ? ഒറ്റ പ്രധാനപ്പെട്ട ദിവസം ഇങ്ങോട്ട് കാശ് അയക്കില്ലെന്നാണ്.
കാരണം അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ വെൽഫെയർ മെഷേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. ചെന്ന് ഒന്ന് സെറ്റിലായി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വീട് മേടിക്കുമ്പോൾ തന്നെ ഏകദേശം ലൈഫ് ലോങ് ഡെറ്റായി, കടമായി, ബാധ്യത. പിന്നെ അതൊക്കെ അയച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് അയക്കാൻ വേറെ പൈസ ഒന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിലെ സഹായിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പറ്റുമെങ്കിൽ ഇവരെ കൊണ്ടുപോകും, പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, അത് നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. അതായത് മനസ്സിനക്കരെ എന്ന് പറയുന്ന സത്യനന്ദിക്കാടിന്റെ പടത്തിൽ ഞാൻ ഇന്നാളും സത്യേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു അപാരമായ ഒരു സീനുണ്ട്. നമ്മുടെ KPSC ലളിത മക്കൾ കൊണ്ടുപോവാണ് വിദേശത്തേക്ക്. അപ്പോൾ ഷീല എന്നുള്ള കഥാപാത്രം അവരോട് ചോദിക്കുകയാണ്, ഭാഗ്യവതിയാണ് നീ, മക്കൾ സ്നേഹമില്ല എന്നൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല, നിന്നെ കൊണ്ടുപോകല്ലേ അങ്ങോട്ട്. അപ്പോൾ KPSC ലളിതയുടെ ഒരു മറുപടി ഉണ്ട്, അവരെന്നെ കൊണ്ടുപോകുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അവിടെ കൊച്ചിനെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ ഇവർക്ക് കിട്ടുന്നതിനേക്കാളും സാലറി വേറെ കൊടുക്കേണ്ടി വരും. അവിടെ എന്നെ കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോകാൻ, വീട്ടുകാരും നോക്കാൻ കൊണ്ടുപോകണമെന്നോ. അത് ഞാൻ പറഞ്ഞത് എല്ലാ കുട്ടികളും മാതാപിതാക്കളെ അങ്ങനെ കൊണ്ടുവരുമൊന്നുമല്ല, അങ്ങനെ കൊണ്ടുപോകുന്നവരും ഉണ്ട്. അപ്പോൾ പൈസ ഇങ്ങോട്ട് വരില്ല, ആളിങ്ങോട്ട് തിരിച്ചു വരില്ല. കാരണം റിട്ടയർമെന്റ് കഴിഞ്ഞാലും അവിടെയുള്ള വെൽഫെയർ മെഷേഴ്സ് വളരെ കൂടുതലാണ്. പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ജീവിക്കാം അവിടെ. പിന്നെ അടുത്ത ജനറേഷൻ അവിടെ വളരുമല്ലേ, അവരവിടെ പഠിച്ച് അവിടെ തന്നെ. ഗൾഫിൽ അതില്ലല്ലോ, അടുത്ത ജനറേഷൻ ബിസിനസ് ഉണ്ടെങ്കിലേ അവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ അവരിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഗൾഫിലെ ആളുകളുടെ അടുത്ത ജനറേഷൻ എങ്ങോട്ട് പോകുന്നത്, ഈ പറയുന്ന സ്ഥലത്തേക്ക് അവരും പോവാണ്. മലയാളികൾ അവരുടെ അടുത്ത ജനറേഷൻ പഠിക്കാൻ വേണ്ടി പോവാൻ. ഞാൻ മോൻ എവിടെയാണ് പഠിക്കും, മോനിപ്പോ ലണ്ടനിൽ MBA ചെയ്യുകയാണ്. എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു വിഷയമുണ്ട്. പിന്നെ മൈഗ്രൻസിന്റെ ഒരു മാനസികമായ ഒരവസ്ഥ, അവരവിടെ ചെന്ന് വേറൊരു കൾച്ചറുമായിട്ട് അവരതിനെ മിക്സ് ചെയ്ത് അവരുമായി ഒത്തുപോയി വേറെ ഇവിടെ ജീവിച്ചിരുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കൾച്ചറൽ ആംബിയൻസ് ആണ് അല്ലെ. ജീവിത രീതികൾ വേറെയാണ്. ഇവിടെ ഒരു പണിയും ചെയ്യാത്ത ആളുകളൊക്കെ അവിടെ പോയി നന്നായിട്ട് ജോലി ചെയ്യും. ഇവിടെ നമുക്ക് എല്ലാ ജോലിക്കും നമ്മൾ ബംഗാളിൽ നിന്ന് ആളുകളെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചോളാം, മൈഗ്രേഷൻ ഒരു മറ്റേ ന്യൂട്ടൺസ് ലോ പറഞ്ഞ പോലെ ഒരു കൗണ്ടർ റിയാക്ഷൻ കൂടി ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മൈഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങോട്ട് വേറെ മൈഗ്രേഷൻ വരിക, വേറൊരു റീപ്ലേസ്മെന്റ് മൈഗ്രേഷൻ ആണത്. ഇവിടെ ഒരു ഗ്യാപ്പ് വരികയാണ്. ആ ജോലിയൊക്കെ അവരാ ചെയ്യുന്നത്, നമ്മളിവിടെ ആ ജോലി ചെയ്യില്ല. പക്ഷെ നമ്മൾ പുറത്തുപോയി ആ ജോലി ചെയ്യും. ഇവർ വന്ന ജോലി നമ്മൾ പുറത്തുപോയി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ ചെയ്യാത്ത ജോലി ഇവിടെ ബംഗാളികളെ കൊണ്ടും ആസാമികളെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ജോലി ഗൾഫിൽ പോയിട്ട് നമ്മുടെ ആളുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിന്റെ നേച്ചർ മാറും ലോകത്തെ എല്ലായിടത്തും. അപ്പൊ കോവിഡിന് മുമ്പുള്ള തൊഴിലിന്റെ സ്വഭാവവും കോവിഡ് കഴിഞ്ഞിട്ടുള്ള തൊഴിലിന്റെ സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്ത് ഭയങ്കര വേഗതയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജി ഇതെല്ലാം വരുമ്പോൾ ജോബിന്റെ നേച്ചർ മാറുകയാണ്. അപ്പോൾ വെറുതെ പോയാൽ ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ സ്കിൽ വേണം, സ്കിൽ ഡെവലപ്മെന്റ് വേണം നാട്ടിൽ. ഇനി ജോബിന്റെ നേച്ചർ മാറിക്കഴിഞ്ഞാൽ റീസ്കിൽ ചെയ്യണം ഇയാളെ. ഞാൻ പറഞ്ഞ ഗൾഫ് ഈ കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങി വന്ന മുഴുവൻ ആളുകളെ തിരിച്ചു പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ അവൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് അവരെന്ത് ചെയ്യാനാ? അവർ ടെൻഷനായി പോകണമെന്നില്ല. അവർ തിരിച്ചു പോകുമ്പോൾ പലർക്കും ജോലിയില്ല. അത് ഒരു സ്റ്റഡി നടത്തി മനസ്സിലാക്കി അവരെ ആ ജോലിയുടെ സ്വഭാവം മാറിയതിന്റെ അവരെ റീസ്കിൽ ചെയ്തിട്ട് വേണം വിടാൻ. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റും റീസ്കില്ലും എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലത്തിൽ വളരെ പ്രത്യേകതകൾ നടക്കുകയാണ്. ഇവർ പോകുന്ന ഒരു ജോബിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത് വിദേശത്തൊക്കെ പോയി ചെയ്യുന്നത്. ഇപ്പോ നമുക്കൊരു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എന്നോടൊരു പ്ലാന്റർ പറഞ്ഞു, റബ്ബർ ടാപ്പ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, ആള് വരുന്നില്ല. എന്താ സംഭവം? ടാപ്പ് ചെയ്തിരുന്ന ആളുടെ മകൾ ഒന്നുകിൽ ഗൾഫിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നഴ്സായിട്ട് ജോലി കിട്ടിപ്പോയി. മകൻ ഒന്നുകിൽ IT പോയി, ഒന്നുകിൽ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും IT ഇതായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ മോനും മോളും വിളിച്ചു, ഒരു അപ്പനെ ഇങ്ങോട്ട് ടാപ്പ് ചെയ്യാൻ പോകണ്ട, അപ്പൊ വീട്ടിലിരുന്നാൽ അപ്പനവർ നോക്കും.
മിക്ക ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് നിന്റെ അത് പറയുന്നുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് നടക്കുന്നത്. ചില ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇപ്പൊ അത് സ്പ്രെഡ് ചെയ്തു. അപ്പൊ മറ്റ് കമ്മ്യൂണിറ്റികളിലേക്കും അത് തോന്നുന്നാലും പണ്ടും അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് ഗൾഫിലേക്കുള്ളത് മുസ്ലിം ഇതായിരുന്നു, യൂറോപ്പിലേക്കുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയാണ്. ഞാൻ ചാൻഡിയുമന്റെ ഇലക്ഷനിൽ ഞാൻ കൂടി ബൂത്ത് പരിശോധിച്ചപ്പോ പേടിച്ചു പോയി. 115 ആള് 130 ആളുകളൊക്കെ പുറത്താണ് പിള്ളേര്, നമുക്ക് വോട്ട് ചെയ്യേണ്ട പിള്ളേര്. അപ്പൊ ഇത് എല്ലാം കൂടി പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി വിഷമിച്ചിരുന്നാണ് ഒരു ദിവസം മൈഗ്രേഷനിൽ. ഈ ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ടാണ്, ചാൻഡിയുമന്റെ ഇലക്ഷനിൽ വെച്ചിട്ടാണ് മൈഗ്രേഷന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് ഞങ്ങൾ ഒരു ദിവസം രാത്രി മുഴുവൻ പൊളിറ്റിക്കൽ ഗ്രാവിറ്റിയെ കുറിച്ചും ഇത്രയും പിള്ളേര് പോകും നമ്മളൊക്കെ പറയുമെങ്കിലും പ്രസംഗിക്കുമെങ്കിലും ചെയ്യുമെങ്കിലും ഭയങ്കരമായിട്ട് പോവാണ് എന്നുള്ളൊരു ബോധ്യം. ഇപ്പൊ ഞാൻ വയനാട് കഴിഞ്ഞ ദിവസം പോയി, കാർഷിക മേഖലയിൽ കൂടി പോകുമ്പോൾ എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു, കൃഷി കഴിയാറായി മോനെ, അടുത്ത ജനറേഷൻ കൃഷിയിലില്ല. ഒന്ന് കൃഷിയുടെ റിസ്ക്കാണ്, ഇതിന്റെ പ്രോഡക്റ്റിന്റെ വിലയുടെ ഇടിവാണ്, ഇതൊരു സേഫ് സാധനമല്ല. പിള്ളേർ മുഴുവൻ പുറത്തോട്ട് പോയി, ആൺകുട്ടികളും പോയി പെൺകുട്ടികളും പോയി. കൃഷി ചെയ്യാൻ ഇനി ഈ കൃഷി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യമല്ല, നിലച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട്. ഗൾഫ് ബൂം ഉണ്ടായിരുന്ന സമയത്തും മൈഗ്രേഷൻ ഉണ്ടായിരുന്ന സമയത്തും ആ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടായി. കേരളത്തിൽ നല്ല ഈ റെമിറ്റൻസ് എല്ലാം വന്ന് കേരളത്തിന്റെ ഇക്കോണമിയെ അത് സഹായിച്ചു, നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതായത് നമ്മൾ പറയും 2030 എത്തുമ്പോൾ ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല കേട്ടോ മൈഗ്രേഷൻ, മറ്റ് സ്റ്റേറ്റുകളിലും ഭയങ്കരമായ മൈഗ്രേഷനാണ്. തമിഴ്നാട് എക്രോസ് ദ നേഷൻ മൈഗ്രേഷൻ ഭയങ്കര. പഞ്ചാബ് ഒക്കെ പണ്ടുള്ളതാണ്, പഞ്ചാബ് മുഴുവൻ കാനഡയുടെ ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത് സിക്കാരാണ്, കാനഡയുടെ അല്ലേ. UK പോകുന്നത് ഈ ടാക്സി ഡ്രൈവർമാരൊക്കെയാണ് അവരെ കാണുന്നത്. കാനഡയിൽ നേരെ തിരിച്ചാണ്, കാനേഡിയൻ ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത് സിഖ് കമ്മ്യൂണിറ്റിയാണ്, ഭയങ്കര പവർഫുൾ ആണ്. ഈ ജ്യൂസ് അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് ഇവിടുന്ന് പോയിട്ട് സിഖുകാർ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ പോയിരിക്കുന്നതിന്റെ ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നാട്ടിലേക്ക് റെമിറ്റൻസ് വന്നിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ രാജ്യമാകും എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ്. അതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ വേറൊരു ആംഗിൾ. ജിംസ് അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഇല്ല, ശരിയല്ലേ രാഹുൽ, നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. ഞാൻ ചിലപ്പോൾ ഒരു ജനപ്രതിനിധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും എൻ്റെ ചിന്ത ഒരുപാട് തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പുസ്തകമാണ്. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കും. സ്നേഹ, ടിറ്റു, ഒരു പോളിഷ് പറഞ്ഞില്ലേ ഇള, അതുപോലെ കെവിൻ, കെസിയ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. അവരെയൊക്കെ ഒരു ജിംസ് അത് അപ്രോച്ച് ചെയ്തേക്കുന്നത് മറ്റേ സാധനമാണ്, സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടുള്ള രീതിയിലാണ്. ശരിക്കും അനാലിസിസ് ആണ്, ശരിക്കും സൈക്കോ അനാലിസിസ് ആണ്. അവരുടെ ഒരു മൂഡും അവരുടെ ഒരു ആംബിയൻസും അവരുടെ രീതിയും അവരുടെ അപ്രോച്ചും എല്ലാം ഭയങ്കര. അതുകൊണ്ടാണ് ഞാൻ യുണീക്ക് എന്നുള്ള വാക്ക് സാധാരണ നമ്മളങ്ങനെ പറയാത്തതാണ്. നമ്മളൊക്കെ ഈ എന്താ പറയുന്നത്, ഒരുപാട് മുൻവിധികളോടുകൂടി പ്രിജുഡീസോടുകൂടിയാണ് പുസ്തകം വായിക്കുന്നത്. അത്രയും നല്ല പുസ്തകമൊന്നും ആയിരിക്കില്ല, ഇത് എന്തിൻ്റെങ്കിലൊക്കെ റിപ്പീറ്റേഷൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച വായിക്കാം. അപ്പൊ ചിലപ്പോൾ ചില എഴുത്തുകാർ നമ്മളെ തോപ്പിച്ചോളാം. അങ്ങനെ എന്നെ തോപ്പിച്ചോളുന്ന ഒരു എഴുത്തുകാരനാണ് ജിംസ. എൻ്റെ മുൻവിധികളെയെല്ലാം നടത്തി അതൊരു നമ്മളെ ചിന്തിപ്പിക്കുക. ഞാനിപ്പോ മൈഗ്രേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, കുറച്ച് ദിവസം കൂടെ നടക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ ഐ വോണ്ട് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. ഞങ്ങൾക്കെല്ലാം വേണം അത്. നിങ്ങളൊക്കെ ഞങ്ങളെ ഫീഡ് ചെയ്യേണ്ടത്, ഞങ്ങളെ ബാക്കപ്പ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ടാണ്, നമ്മളില്ലെങ്കിൽ വെറുതെ അവിടെ നിന്നൊക്കെ വായിച്ച് തലയും വാലുമൊക്കെ അറിഞ്ഞിട്ട് ഒരു ബുദ്ധിയില്ലാത്ത എന്തെങ്കിലും ഡിസിഷനിലേക്ക് എത്തിയാൽ നാടിന് മുഴുവൻ ബാധിക്കും. അപ്പൊ നമുക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. ഇത് വായിച്ചാൽ ഇത് അങ്ങനെയൊന്നും ഒരു എന്താണ് ഒരു ഗ്രന്ഥം എഴുതി വെക്കുന്നത് പോലെ ഒന്നും അല്ല എഴുതിയത്. കുറെ പേരുടെ ജീവിതങ്ങളിലൂടെ അല്ലേ ഒരു മൈഗ്രന്റ് ലൈഫ് എന്ന് പറയുന്നത് അനാവരണം ചെയ്തിരിക്കുകയാണ്. അതാണ് അനാവരണം ചെയ്തിരിക്കുക. അപ്പോ
നമ്മുടെ പ്രശ്നം ഇവരെല്ലാം ഇങ്ങനെ പോയാൽ. ഇപ്പൊ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മളോട് ചെറുപ്പത്തിൽ പറഞ്ഞത് ഫാമിലി പ്ലാനിങ് ആണ്, എണ്ണം കുറച്ചുള്ളതാണ്. വലുതായപ്പോ പറഞ്ഞത് അതിനകത്ത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഇന്ന് നമ്മുടെ പോപ്പുലേഷനാണ് നമ്മുടെ ഡിവിഡൻഡ് അഡ്വാൻറ്റേജ്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പോപ്പുലേഷന്റെ 65% യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ യങ്സ്റ്റേഴ്സിന്റെ അകത്തുനിന്ന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്നെയും CPO പോലുള്ള വയസ്സന്മാരെ ഞങ്ങൾ പറയില്ല അത്, എന്നാലും കൂടുതൽ കിട്ടില്ല. ചെറുപ്പക്കാരെ ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകളിൽ നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരേണ്ടത് എല്ലാ സെക്ടറിലും. പക്ഷെ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാകും എന്നുള്ള കണക്കിലാണ് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലുത്. ഈ പോക്ക് പോയാലോ? ഈ പോക്ക് പോയാൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്കല്ലല്ലോ കിട്ടുന്നത്, അപ്പുറത്താണ് കിട്ടുന്നത്. പിന്നെ ഞാനൊരു 5 കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ കൊച്ചിയിലുള്ള എൻ്റെ ബിൽഡേഴ്സിനോട് പറഞ്ഞു, ഫ്രണ്ട്സ്, നിങ്ങൾ ഇതൊന്നും കെട്ടി നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഇതിൻ്റെ അപ്രോച്ച് മാറ്റണം, ഓൾഡ് ഏജ് ഹോമും കമ്മ്യൂണിറ്റി ലിവിങ്ങും നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ല, അല്ലാതെ അവന്മാർ നമ്മളെക്കാളും ബുദ്ധിയുള്ള ബിസിനസ്സുകാരായതുകൊണ്ട് അവർ പലരും തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി ലിവിങ് നടക്കുന്ന പോയി. എന്ന് വെച്ചാൽ അവരെല്ലാം വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു, വലിയ ഉദ്യോഗങ്ങളിൽ ഇരുന്നിരുന്ന ആളുകളായിരുന്നു. ഭാര്യയും ഭർത്താവും മാത്രമായി വീട്ടിൽ, അവർ മാത്രമായി വീട്ടിൽ, മക്കളെല്ലാവരും പുറത്താണ്. അവർ ഒറ്റയ്ക്ക് എങ്ങനെയാ വീട്ടിലിരിക്കുന്നത്? അപ്പൊ അവര് തീരുമാനിച്ചു ഈ കമ്മ്യൂണിറ്റി ലിവിംഗ് ഉള്ള സ്ഥലത്ത് പോയി താമസിക്കും. ഇതുപോലുള്ള ഇതേ ഏജ് ഗ്രൂപ്പിലുള്ള വേറെ കപ്പിൾസ് എല്ലാവരും അവർ ഒരുമിച്ച് സിനിമ കാണുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് നടക്കാൻ പോകുന്നു, ഓഫ് കോഴ്സ് ഒരുമിച്ച് പരദൂഷണം പറയുന്നു. ഭയങ്കര സുഖമല്ലേ? ഏത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ആരുടെങ്കിലും പരദൂഷണം പറയാൻ പറ്റും? പരദൂഷണം പറയുമ്പോൾ അല്ലേ നമ്മൾ റിലാക്സ്ഡ് ആവണം. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. എനിക്ക് എന്ത് സുഖം എന്നറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നശിച്ചുള്ള പരദൂഷമല്ല, നമ്മൾ പെപ്ടോക്ക് എന്ന് പറയില്ലേ, നമ്മൾ മനസ്സൊന്ന് ഫ്രീ ആകുന്ന തരത്തിൽ ഉള്ള കൊച്ചു വർത്താനം പറയില്ലേ, ആ വർത്താനം പോലും പറയാം. ഭാര്യയും ഭർത്താവും കൂടി എത്ര നേരം അത് പറഞ്ഞുകൊണ്ടിരിക്കും? നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ ലൈഫാണ്, റിട്ടയർഡ് ലൈഫാണ് അവരുടെ. ഭാര്യയും ഭർത്താവും കൂടി എത്ര നേരം തമാശ പറഞ്ഞുകൊണ്ടിരിക്കും? ബോറടിച്ച് ആവും ഇല്ലേ? അപ്പോൾ അവര് കമ്മ്യൂണിറ്റി ലിവിങ് വരുമ്പോൾ വേറൊരു ലോകത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലെ, നമ്മുടെ ജീവിത രീതികൾ, നമ്മൾ ഇതുവരെ നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന ജീവിതചര്യകൾക്കെല്ലാം മാറ്റം വരികയാണ്. അപ്പൊ ഭാവിയിൽ ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കുമ്പനാട് ഒരു വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിന് കോളേജ് പഠിക്കുമ്പോൾ. അവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ ഗൾഫിലാണ്. 7 മുറി ഉണ്ടായിരുന്നു വീട്ടിൽ. അത് അടിച്ചു വാരി തുടയ്ക്കാൻ പോലും ആരുമില്ല. പറ്റിയുണ്ടാവും, നല്ല ഗേറ്റും ഉണ്ടാവും. അവരെ പാവങ്ങൾ അവിടെ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക്. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലേ പല വീടുകളിലും കുമ്പനാടൊക്കെ അടിച്ചുവാരി തുടയ്ക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ കയറി താമസിച്ച മുറിയൊക്കെ ഗംഭീര മുറിയാണ്. ഞങ്ങളാണ് അടിച്ചുവാരി തൂത്താകുമ്പോൾ കിടന്നത്. ഞങ്ങൾ കുട്ടികൾ പോയിട്ട്, കോളേജിൽ നിന്ന് പോയിട്ട്. അതൊക്കെ ചെറിയ തോതിലായിരുന്നു ഉണ്ടായിരുന്നു, ചില പ്രത്യേകമായ ഏരിയ. ഇപ്പോൾ ഞാനീ പറയുന്ന കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അല്ലേ? നിങ്ങൾ ആരെങ്കിലും കാണും ഇതിൻ്റെ അകത്ത്? അവിടെ കുമ്പനാടൊക്കെയുള്ള ആളുകൾ, തിരുവല്ലക്കാരെ ആരെങ്കിലും കാണും? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ സിറ്റിയിൽ പോലും ഇല്ലാത്ത ബാങ്കുകളുടെ ബ്രാഞ്ച് കുമ്പനാട് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ അത്രയില്ല, ഇപ്പൊ കുറെയൊക്കെ പൂട്ടിപ്പോയി. ഇപ്പൊ ഒന്നും അത്രയും പൈസ വരുന്നില്ല. എല്ലാ ബാങ്കുകളുടെയും ബ്രാഞ്ച്. അപ്പൊ എന്തൊരു റെമിറ്റൻസ് വരുന്നുണ്ടായിരുന്നില്ലേ? ബാങ്ക് പോയി വെറുതെ ഒരു ബ്രാഞ്ച് തുടങ്ങും, വരുമായിരുന്നു പൈസ. അപ്പൊ ഇത് നമുക്കുണ്ടാകാൻ പോകുന്ന സോഷ്യൽ ഇഷ്യൂസ്, ഇക്കണോമിക് ഇമ്പാക്ട് അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ്. അപ്പൊ മൈഗ്രേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് 2 അർത്ഥത്തിലുണ്ട്. മൈഗ്രൻസിന്റെ ലൈഫ് അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതും. ഈ ബുദ്ധനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, ബുദ്ധനെ കുറിച്ച്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പ്രൊഫസർ, വടപ്പള്ളി കോളേജിലെ രാജേന്ദ്ര ഇടയത്തിങ്കര ബുദ്ധനും ഞാനും എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബുദ്ധൻ ഉപേക്ഷിച്ചു പോയ കപിലവസ്തുവാണ് കഥാപാത്രം. ബുദ്ധൻ നാടുവിട്ട് പോയി, അതിന്റെ കൂടെ ഒരു 10,000-2000 പേരും പോയി. ഇത് പുറകെ ശിഷ്യന്മാരായി. രാജകൊട്ടാരം അനാഥമായി, ഈ 10,000-2000 വീടും അനാഥമായി. അറിയില്ല, പല വീടുകളിലും പട്ടിണിയും പ്രശ്നവും ബഹളമൊക്കെ ആയി. ഇവരെ അന്വേഷിച്ച് കുറെ പേര് പോയി കാട്ടിലേക്ക്, അവരും തിരിച്ചു വന്നില്ല, അവരും അവരുടെ കൂടെ കൂടി. അപ്പൊ അതൊരു ബുദ്ധൻ ഉപേക്ഷിച്ചു പോയ കപിലവസ്തു എന്നുള്ളൊരു കഥാപാത്രം
കപിലവസ്തു ആ നാടൊരു കഥാപാത്രമാക്കിയിട്ടാണ്, മനോഹരമായ നോവലാണ്, വിഷ്വലൈസ് ചെയ്തിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ, ഉപേക്ഷിച്ചു പോയ കുടുംബങ്ങൾ, നാട്, ഇത് രണ്ടും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ് അല്ലെ. അവർ നമ്മുടെ കുട്ടികളാണ് പോയിരിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് പോയിരിക്കുന്നത്. അവരവിടെ ചെന്നിട്ട് അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവർക്ക് അവരുദ്ദേശിച്ച പോലെയുള്ള തലങ്ങളിൽ എത്താൻ അവർക്ക് കഴിഞ്ഞു. ഞാനിത് പറയാൻ കാര്യം, ഇടയ്ക്ക് എനിക്ക് കാനഡയിൽ നിന്നൊക്കെ കോൾ വരും. കാനഡയിൽ നിന്നല്ല, ഇവിടെയുള്ള അവരുടെ പാരൻസ്, മോന് അല്ലെങ്കിൽ മോൾക്ക് ഇപ്പോൾ ജോലി ശരിയായിട്ടില്ല, അവിടെയുള്ള മലയാളി അസോസിയേഷനോട് ആരോടെങ്കിലും പറഞ്ഞൊരു ജോലി ശരിയാക്കാമോ എന്ന് ചോദിച്ചു. ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആദ്യം ഉണ്ടായിരുന്നോ? എന്നാൽ ജോബ് കിട്ടുമായിരുന്നു, പഠിക്കുക, ജോലി കിട്ടുമായിരുന്നു. അപ്പം ഇവിടെ നിന്നൊരു 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ഒക്കെ വീട് പണയപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. പഠിക്കാനുള്ള പൈസ അവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കാം എന്ന് കരുതിയാണ് പോയിരിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോയി പഠിക്കുന്നത്? കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി പഠിക്കാൻ കുട്ടികൾ വിധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ തെറ്റായെന്ന് വെച്ചാൽ അവരുടെ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയണം? തന്നെത്താൻ പോയതല്ലേ, സ്വയം തീരുമാനിച്ച് വീട് പണയപ്പെടുത്തി പോയതല്ലേ, പോയി അനുഭവിച്ചോ? പറയാൻ പാടില്ല. നമ്മുടെ മക്കളാണ് പോയേക്കണത്, നമ്മുടെ കുട്ടികളാണ് പോയേക്കണത്. നിവൃത്തിയിലാണ്ട് പോയതല്ലേ, പ്രതീക്ഷയോടുകൂടി പോയതല്ലേ. അവർക്ക് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം ഈ മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്നാണ്, മൈഗ്രേഷൻ എന്നുള്ള വാക്കല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിത സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കണം, അറിയണം. നമ്മളത് കാലാകാലങ്ങളിൽ നമുക്കതിനൊരു പോളിസി വേണം, നമുക്കൊരു അപ്രോച്ച് ഉണ്ടാവണം, നമ്മൾ അതിനെ അഡ്രസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള മെക്കാനിസം നമുക്ക് ഉണ്ടാക്കണം. ജിംസ എബ്രഹാം ഈ പുസ്തകം എഴുതി വലിയ ഒരു തോട്ട് പ്രോസസ്സിനാണ് നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാം അത് ഏറ്റെടുക്കും. എനിക്ക് പറയാനുള്ള വാക്കതാണ്, താങ്കൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ വലിയൊരു മിഷൻ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഈ കഥാപാത്രങ്ങളുടെ കാര്യവും അവരുടെ ജീവിതവും മറ്റൊന്നല്ല, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു മൈഗ്രന്റ് വേൾഡിനെ കുറിച്ചും അവർ ഉപേക്ഷിച്ചു പോയ കപിലവസ്തുവിനെ കുറിച്ചും ഉള്ള ഓർമ്മയും ചിന്തയുമാണ്. ഇവിടെയും നമുക്ക് അഡ്രസ് ചെയ്യണം, അവിടെയും നമുക്ക് അഡ്രസ് ചെയ്യണം. അതിന് കേരളത്തിന്റെ ഒരു പൊതു മനസ്സും സമൂഹവും വേണം. പിന്നെ ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഇപ്പൊ അതല്ല, ഇപ്പൊ വന്നു തുടങ്ങി, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി, അറിഞ്ഞൊക്കെ തുടങ്ങി. ഇവിടെയൊക്കെയുള്ള TV ഒക്കെ കാണും അല്ലേ, പിന്നെ ഭയങ്കര ക്ലൗഡ് മീഡിയ ഒക്കെയാണ്, ഈ സോഷ്യൽ മീഡിയ മറ്റതൊക്കെ ആയിട്ട് ലോകത്തിന്റെ അതിരുകളൊക്കെ ഇല്ലാതാക്കി ലോകം ഒന്നായി. എങ്കിലും അവരവിടെയാണ് അല്ലേ, മാതാപിതാക്കൾ ഇവിടെയാണ്, അവരവിടെയാണ്. അപ്പൊ പോയി വലിയ അഭിമാനത്തിലാണ് പറയുന്നത് മാതാപിതാക്കളൊക്കെ, എൻ്റെ മോൻ ജർമ്മനിയിലാണ്, എൻ്റെ മോള് കാനഡയിലാണ് എന്നൊക്കെ അഭിമാനത്തിലാണ്. അവർക്ക് അവരെ കാണാത്തതിൻ്റെയും ദൂരത്തിലിരിക്കുന്നതിൻ്റെയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഗൾഫ് മലയാളികളും അനുഭവിച്ചാണ്. 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് മാത്രം 1 മാസമൊക്കെ വരാൻ ദൗർഭാഗ്യം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ജിംസ എബ്രഹാമിനെ അഭിനന്ദിക്കുന്നു. ഇതൊരു നമ്മുടെ സംസ്ഥാനത്തിനുള്ളൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നമ്മളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ ഒരു അധികം പേജൊന്നുമില്ല ഇതിനകത്ത്, 90-92 പേജിൽ. ആ 92 പേജിലൂടെ പിന്നെ പറയാതെ പോകാൻ പറ്റില്ല, ഔട്ട്സ്റ്റാൻഡിങ് വൊക്കാബുലറിയാണ്. ഞാൻ ഫോൺ എടുത്ത് വെച്ച് മറ്റേ ഡിക്ഷണറി വെച്ചുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ ഇതുവരെ കേൾക്കാത്ത പറഞ്ഞതിന് നമ്മൾ ചെറുതായി പോകുന്നില്ല. സാധാരണ അത്രയും നോക്കേണ്ടി വരാറില്ല എനിക്ക് ഒരു പുസ്തകം വായിക്കുമ്പോൾ. 300-400 പേജുള്ള പുസ്തകം വായിക്കുമ്പോഴൊക്കെ 1-2 പ്രാവശ്യമൊക്കെ എനിക്ക് നോക്കേണ്ടി വന്നിട്ടുള്ളൂ. അതല്ല. എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇംഗ്ലീഷ് പാണ്ഡിത്യത്തെ കുറിച്ച് ബോധ്യമാവും. അസാമാന്യം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയ ചില വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ.
പുതിയ വൊക്കാബിളറി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സാധാരണ ആരും, പ്രത്യേകിച്ച് മലയാളി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഒന്നും അങ്ങനെ എഴുതുന്നവരല്ല. ഇപ്പോൾ ഞാൻ കാവലൻ്റെ ഫോട്ടോ വായിച്ചു, മറ്റേ എബ്രഹാം ബർഗീസിൻ്റെ 830 പേജ് ഉണ്ട്. അദ്ദേഹം എത്യോപ്യയിൽ ജനിച്ച് US താമസിക്കുന്ന ഡോക്ടറാണ്, വെല്ലൂരൊക്കെ പഠിച്ചിട്ടുണ്ട്. മലയാളം ഭയങ്കര രസമായിട്ട് മലയാളത്തിലെ ചില പ്രയോഗങ്ങൾ, ഇംഗ്ലീഷ് ബുക്കാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള വേറെ തരത്തിലുള്ളൊരു ഇംഗ്ലീഷും വേറൊരു രീതിയിലാണ്. അപ്പം അത് ഇവിടെ നിന്നുകൊണ്ട് ഒരു മലയാളിയായ ഒരാൾ പുറത്ത് പഠിച്ചിട്ടൊക്കെ കാണും, ഇത്രയും മനോഹരമായ ഭാഷയിൽ നല്ല ഒരു ആശയം, താൻ പഠിച്ച കാര്യങ്ങൾ, താൻ തൻ്റെ പ്രൊഫഷനായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ആംഗിളിൽ നിന്നും ഒരു നാടിന് പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ സംരംഭം ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം CP ജോണിന് കൊടുത്ത് പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.